നോക്കിക്കോളിയാ കൊൽക്കത്ത. ഐ കെയിം ബാക്ക് ഹിയർ ഗൈസ്. ഞാൻ കുറച്ച് റെസ്റ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതാണ് രസം. ഇവിടെ ഇരിക്കുന്ന മറ്റ പോറ ഫുഡ് വിളമ്പി തരുന്ന സ്റ്റൈല് ഒന്നും പറയാനില്ല. ഡേ 14 എല്ലാവർക്കും സ്വാഗതം. കേരള, ഭൂട്ടാൻ, നാഗാലാൻഡ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് 620 കിലോമീറ്റർ ഓടിച്ചിട്ട് നമ്മൾ വിജയവാഡ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ വിജയവാഡ കറങ്ങാനൊന്നും ഉദ്ദേശിക്കില്ല. ഇന്ന് വിജയവാഡ ടു വിശാഖപട്ടണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏകദേശം 399 കിലോമീറ്റർ, 7 മണിക്കൂറാണ് ടൈം കാണിക്കുന്നത്. ഫസ്റ്റ് മോർണിംഗ് തന്നെ നമ്മൾ വണ്ടി ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, വെള്ളമുണ്ടോ എല്ലാം. അപ്പം ഓൾ സെറ്റാണ്. വേണമെങ്കിൽ കാണിച്ചു തരാം. എന്ന് രാവിലെ എണീച്ച് ഞങ്ങൾ ഇങ്ങനെ തുറക്കും. ഫുള്ളല്ല ഗൈസ്, ഒരു കുഴപ്പമില്ലല്ലോ. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പൊതുവെ നമ്മൾ ഹൈവേയിലാണ് കഴിക്കൽ. അപ്പം ഇതാ ഇന്നലെ പുള്ളിനെ കാണിക്കാൻ മറന്നുപോയി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ വന്നിട്ടുണ്ടാവണം. അപ്പം ഷിബിൻ എന്നാണ് പേര്. പുള്ളി പേരാമ്പ്ര നാട്ടിൽ. അപ്പം ഇവിടെ എത്ര വർഷമായി? 14 വർഷമായി. അപ്പോൾ എല്ലാ ഭാഷയും അറിയായിരിക്കും കേട്ടോ, തെലുങ്ക് ഭാഷയും. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ആന്ധ്രാപ്രദേശിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ ടിഫിൻ എന്നാണ് വിളിക്കുക. ടിഫിൻ ഉണ്ടോയെന്ന് എവിടെ പോയി ചോദിച്ചാൽ മതി കടയിൽ. അങ്ങനെയാണെങ്കിൽ മസാല ദോശ എല്ലാം. അമ്മോ ഓട്ടിക്കത്ത് തിരക്കാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി ഗൈസ്. 2 പൂരി 1 ബജി ചട്നി അല്ലേ? 2 പൂരി ഇവിടെ മധുരം ഫ്രീയാ. അമ്മാരി മധുരം. പൂരി വിത്ത് ചട്നി. വേറൊരു സാധനം കൂടി നമ്മൾ വാങ്ങിക്കുന്നത് മൈസൂർ ബജ്ജി, ബോണ്ട. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നാണ് എനിക്ക് ക്യൂരിയസ് ആയിട്ട് അറിയേണ്ടത്. ഉള്ളിലൊന്നുമില്ല, ആളെ പറ്റിച്ച്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ചട്നി ചമ്മന്തി എല്ലാം കിട്ടും. അതെല്ലാം കൂട്ടിയിട്ട് സാമ്പാർ. ഒരു തമാശ കഴിക്കല്ലേ സാമ്പാറോട്. ഇപ്പം 2 പൂരി കഴിച്ച് ഭക്ഷണം വയറ് നിറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കൂടി കഴിച്ചാൽ. നമ്മളെ യാത്ര ഇന്നത്തെ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളെ ബ്രോ മുന്നിൽ പോകുന്നുണ്ട് ഹൈവേയിലോട്ടൊന്ന് കയറ്റാൻ വേണ്ടിയിട്ട്. ഹൈവേന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ജസ്റ്റ് താണ്ട് കയറി കഴിഞ്ഞാൽ ഹൈവേയിലോട്ട് കയറും. അപ്പോൾ ഇന്ന് ഏകദേശം 399 400 കിലോമീറ്ററാണ് വിശാഖപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വിശാഖപട്ടണം നിൽക്കാം. അതിന് കൂടുതൽ പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒഡീഷ വിശാഖപട്ടണം ബോർഡർ അത്ര ശരിയില്ലതല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. വേണ്ട മാങ്ങ വേണമെന്ന്. അപ്പോൾ ഒഡീഷ വിശാഖപട്ടണം ബോർഡർ അത്ര ശരിയില്ല. പിന്നെ പോണേക്ക് വാങ്ങിക്കോളാം. പിന്നെ ഉള്ളി മാങ്ങ വേണമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഡീഷ വിശാഖപട്ടണം, പിന്നെ ഒഡീഷ ആന്ധ്രാപ്രദേശ് ബോർഡർ ഉണ്ടല്ലോ, അവിടെയാണ് മാവോയിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഈ കൊള്ളക്കാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുറപ്പെട്ടിട്ട് അവിടെ വൈകുന്നേരമായി പോകും എത്തുന്നത്, രാത്രി. അപ്പോൾ അതിനായിട്ട് നല്ല റിസ്ക് എടുക്കാതെ വിശാഖപട്ടണം നിന്നിട്ട് നാളെ അവിടുന്ന് ഭുവനേശ്വർ പിടിക്കാം എന്നാണുള്ളത്, ഒഡീഷ പിടിക്കാനുള്ളത്. ഇന്നിക്കൂടി നമ്മൾ ഫുള്ള് ആന്ധ്രയിൽ തന്നെ ആയിരിക്കും. അത്യാവശ്യം ഉണ്ട്, 4:13 എത്തുള്ളൂ ഈ ഒരു ടൈം വെച്ചിട്ട് തന്നെ. വിജയവാഡ പിന്നെ ടൗണിൽ കൂടെയാണ് പോകുന്നത്. ഇത് നല്ല വൃത്തിയുള്ള ഒരു ടൗൺ. ഞാൻ പ്രതീക്ഷേനെക്കാണ്ടി വൃത്തിയുള്ള ആ ഹൈവേ ഉണ്ടല്ലോ, NH16 എന്നുള്ള പറയുന്ന ഹൈവേ, എന്ത് ഭംഗിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഭയങ്കര രസം. നടുവിലൊക്കെ മരം പിടിപ്പിച്ച് വെച്ചിട്ട്, പൂച്ചെടികൾ പിടിപ്പിച്ച് വെച്ചിട്ട്, വൻ സെറ്റപ്പ്, ഒരു ഭയങ്കര രസം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണങ്ങളൊക്കെ ഒരുവിധം നമ്മളെ കേരള ടച്ച് ഉണ്ട്. ഇഡ്ഡലി, പിന്നെ വട, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഈ ഒഡീഷ എത്തിക്കഴിഞ്ഞാലാണ് ഈ റൊട്ടിയായിട്ട് മാറുക. അതുവരെ നമുക്ക് ഒരു കേരള ടച്ചും വടയും ഇതൊക്കെ. ഇത് സൗത്ത് ഇന്ത്യ ആണല്ലോ, ആന്ധ്രാപ്രദേശും. അത് കഴിഞ്ഞ് നമ്മൾ സൗത്തിൽ നിന്ന് വിടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വിജയവാഡയോട് ഒരു ദിവസത്തെ ഇതിന് സ്റ്റേന് ശേഷം നമ്മൾ പോവുകയാണ്. അങ്ങോട്ടാണോ? ചെക്ക്
പോട്ടെ കാണാം ആയിക്കോ. ഓ ഞാൻ പറഞ്ഞില്ലേ ഹൈവേ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണെന്ന്. നിങ്ങൾ നോക്കി, ഓ മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. എൻ്റെ മക്കളെ National Highway 16. Very beautiful, see guys. See both flyover very beautiful right? Yes. Together Like we are underground. Actually we are in Europe like this kind of road. Really? See how clean is. എന്തൊരു വൃത്തിയാണ് guys. Very clean. Very clean. എല്ലാം വൻ സെറ്റപ്പ്. അതുമല്ല റഷും ഇല്ല ഒന്നുമില്ല. അടിപൊളി. ഇങ്ങനെ ആയിരിക്കണം ഒരു സിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാണാറ് പുറത്തുനിന്ന് വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ട്, അടിപൊളി. നമ്മൾ ഹൈവേയിലോട്ട് ഓൾറെഡി കയറി. ഇതിപ്പോൾ NH16 ഇവിടുത്തെ ഹൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ആ റഷൊന്നുമില്ല കേട്ടോ, ടൗണിലാന്നുള്ള റഷൊന്നുമില്ല. ബാക്കി എല്ലായിടത്തും ഔട്ടർ റിംഗ് റോഡൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ പോകും. അതായത് സിറ്റീൻ്റെ അകത്തു കൂടെ തന്നെ പോകും. ഇന്ന് 342 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 5 മണിക്കൂറും 44 മിനിറ്റും 4:30 ആകുമ്പോൾ എത്തുമെന്ന് കാണിക്കുന്നത്. 4:30 കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 മണി, 1.5 മണിക്കൂർ എക്സ്ട്രാ ഇടണം ജീപ്പിൽ. നമ്മൾ നിർത്തലും പിന്നെ ഇതൊരു 70-ലല്ലേ പോവുള്ളൂ. പിന്നെ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആന്ധ്രാപ്രദേശൊക്കെ വരുമ്പോൾ ഒട്ടും വൃത്തിയില്ലാണ്ടാവുന്നുള്ളത്. പക്ഷേ അത് വളരെ തെറ്റിദ്ധാരണയാണ്. കണ്ടോ, നല്ല വൃത്തിയുണ്ട്. അതായത് റോഡ് സൈഡ് വെറുതെ വലിച്ച് വാരിയിടുക, ഓജാല് വെറുതെ പൊട്ടിക്കിടക്കുക, അതൊന്നും കാണുന്നൊന്നുമില്ല. നല്ല വൃത്തിയിലാണ് എല്ലാ സൈഡും. കടകളൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും അത്യാവശ്യം വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ളൊരു വൃത്തി ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ കേരളം പോലെ അത്യാവശ്യം നല്ല വൃത്തിയിൽ ഇവർ ഈ സിറ്റി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചിലതൊന്നും നമുക്ക് കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ ചില ഒരു വൃത്തിയുമില്ല. പക്ഷേ ഇത് നല്ല കൊള്ളാം. എന്തായാലും മെയിൻ സെൻറ്റർ ആയതുകൊണ്ടായിരിക്കും ഇത്ര വൃത്തി. എന്തായാലും അടിപൊളി. ഇവിടുത്തെ ഓട്ടോറിക്ഷേൻ്റെ കളർ കണ്ടില്ലേ, പച്ചയാണ് കേട്ടോ, പച്ച കളറിലാണ് ഓട്ടോറിക്ഷേൻ്റെ കളറൊക്കെ. അപ്പോൾ നമ്മളിനി ഇങ്ങനെ സിറ്റി വിട്ടിട്ട് നേരെ ഹൈവേയിലാണ് പിന്നെ ഔട്ടർ സിറ്റിയിലോട്ട് പോകും. ഗൈസ് നിങ്ങളിതിൻ്റെ ബ്യൂട്ടി നോക്കി, വിജയവാഡൻ്റെ ബ്യൂട്ടി. നമ്മൾ പുരയിൽ ഉമ്മമാരൊക്കെ നമ്മളെ പുര ഭംഗിയാക്കി വെക്കുന്ന പോലെയാണ് ഓരോരോ സിറ്റി ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. എമ്മാതിരി രസമാണ്, അടിപൊളി. ഇതെന്ത് ചെടിയാവോ, നല്ല ഭംഗിയിൽ സെറ്റപ്പാക്കിയിട്ട്. വലത്തെ സൈഡ് നിങ്ങൾ കാണുന്നത് കേട്ടോ, എന്ത് രസമാണ്. എന്തായാലും അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. ഇങ്ങനെ വേണം നമ്മളെ നാടെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ ഹൈവേയിലോട്ടൊക്കെ കയറിയിട്ട് ഇപ്പോൾ 10-40 കിലോമീറ്ററായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. നല്ല ചൂടുള്ളൊരു ദിവസമാണ് കേട്ടോ. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്. എൻജിനും നമ്മൾ നല്ലോണം ചൂടാകുന്നുണ്ട്. അപ്പോൾ റോഡൊന്നും കുഴപ്പമില്ല, 3 ലൈൻ റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് 2 ലൈൻ ആവും. സെറ്റപ്പാണ്. ഇവിടുന്ന് പിന്നെ വിശാഖപട്ടണം വരെ, വൈശാഖ് വരെ ഇങ്ങനെ തന്നെയാണെന്ന് കേട്ടത്. കാരണം അവരുടെ ക്യാപിറ്റലൊക്കെയാണത്. അപ്പം അത്ര സെറ്റപ്പ് ഉണ്ടാവും. എന്തായാലും കൊള്ളാം, നൈസായിട്ട് ഉള്ള യാത്രയിലാണ്. ലോറി കുറവാണ്, പക്ഷേ നല്ലോണം കാറുകൾ പോകുന്നുണ്ട് കേട്ടോ. പറന്ന് പോവുക എല്ലാവരും. ഹൈവേ വെച്ച് പിടിക്കുന്നുണ്ട് എല്ലാവരും. അവിടെ നമുക്ക് ബോർഡ് കാണാം. ഭുവനേശ്വർ ആണെങ്കിൽ 725 കിലോമീറ്റർ, കൊൽക്കത്ത 1185 കിലോമീറ്റർ കൊൽക്കത്ത. നല്ല ഹൈവേ. ഈ ഹൈവേയിലുള്ള ഏക പ്രശ്നം എന്ന് വെച്ചാൽ ചായക്കട അങ്ങനത്തെ കടകളൊന്നുമില്ല. എല്ലാം എവിടേക്കോ ആണ്. കറക്റ്റ് കേരളം അല്ലേ, കേരളത്തിലെ പുതിയ ഹൈവേ. അതുപോലെ ഫുള്ള് കോക്കനട്ട് ട്രീ, തെങ്ങാണ് സൈഡിൽ മൊത്തം. കറക്റ്റ് ഒരു കേരള ടച്ചുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ വീഡിയോ എടുത്താൽ നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട്. ഹൈവേ നല്ല ഹൈവേ ആണ്,
നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എത്ര കിലോമീറ്റർ ആയി പോകണമെന്നൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോർഡ് കാണാം വിശാഖപട്ടണം, അത് വെച്ച് ഇങ്ങനെ വിടുകയാണ്. ഒരു രസം, നല്ല ചൂടാണ്. ഇത് NH-16 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത് AH കൂടിയാണ്, ഏഷ്യൻ ഹൈവേ കൂടിയാണ്. രണ്ടും ഒരുമിച്ച് വരുന്ന റോഡാണ് ഈ റോഡ്. ഇതിങ്ങനെ കൊൽക്കത്ത വരെ ഈ റോഡാണ്. അടിപൊളിയാണ്. ചെന്നൈ ടു കൊൽക്കത്ത NH-16 സെറ്റ്. ഓ നോക്കിയേ, കേരളം പോലെയല്ലേ ഗൈസ്, കേരളത്തിലെ പുതിയ ഹൈവേ പോലെയല്ലേ, നല്ല ഭംഗിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ സ്റ്റോപ്പ് ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പിൽ നോക്കി, 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിർത്തിയേ. 108 കിലോമീറ്റർ ഉണ്ട് വിജയവാഡക്ക്. അപ്പോൾ അത്രയും ദൂരം ഓടിച്ചിട്ടാണ് ഞങ്ങൾ നിർത്തിയത്. 10:30 തുടങ്ങിയിട്ട് ഇപ്പം 12:15. ഇത്രയും നേരം വണ്ടി ഓടിക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ കൂടി കുട്ടിയൊരു തണൽമരമായി. നോക്കി, ഇങ്ങനെ റോഡ്, എവിടെയും തണൽമരല്ല. ഒരു പൊസിഷൻ കിട്ടി, അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് പോകാനുണ്ട്. അതുപോലെ തന്നെ വിശാഖപട്ടണത്തിലും നമുക്കൊരു ആളെ പരിചയത്തിൽ കിട്ടിയേക്കുന്നത് ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ പുള്ളീൻ്റെ സ്ഥലത്തോട്ടാണ് പോണത്. നാളെ ഈ വണ്ടീൻ്റെ എൻജിൻ ഓയിലൊന്ന് മാറ്റണം. കാരണം മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു ടെൻഷൻ വേണ്ട, ഇത്ര ഓടിയല്ലേ. പിന്നെ എൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ അന്ന് ജീപ്പിന് മറ്റേ ഇത് പറ്റിയപ്പോൾ കുറച്ചൊക്കെ തെറിച്ചും പോയിക്കുന്നു എൻജിൻ ഓയിലെല്ലാം. അപ്പോൾ നാളെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഉഷാറായിട്ടാണ് പോവുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പാസഞ്ചർ സീറ്റിൽ കയറിയിട്ടുണ്ട്. നമ്മളെ കുക്കീറാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതാണ് രസം, ഇവിടെ ഇരിക്കുന്ന മറ്റേ പോറ. അപ്പം ഞാൻ കുറച്ച് നേരം ഇംഗ്ലീഷ് സംസാരിക്കട്ടെ. ഇംഗ്ലീഷ് വല്ലാണ്ട് അറിഞ്ഞിട്ടല്ല ഗൈസ്, നാഗാലാൻഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. സോ സലാം കാ കിന്നക ആസെ നാഗാലാൻഡ്. So your boy Kukir is driving right now and he's so serious. I don't know why. Because when I'm come to driving, I'm very serious. Yeah, when he's driving, he's very serious, like chapri serious. This beautiful. Yeah. So guys, Nagaland people, how are you guys? We are on the way to Nagaland. Oh, you are chapri driver. The toll plaza in 2 pieces, right? Okay, we are done toll plaza. Last 2 days we almost spent 2,000 rupees for the toll, guys. What we do? And lot of Nagaland people are messaging me. Thank you for guys for supporting us, and they want to meet us also, like Akir fans. Akir have lot of fans. Akir is the one of the famous. Akir is always saying like that. Is true or false? Nagaland people want to say me. He is the biggest YouTuber in Nagaland and he is very famous. And ladies are going back him to get marry him. Even girlfriend, okay, fine. And I'm very jealous about him. Enjoying his life. See, little bit serious, still is smiling. Yeah, because they like my smile. നമ്മൾ വൻ പെടലൊക്കെ പെട്ട് വൻ സീനൊക്കെ ഉണ്ടായി ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് റോഡ് ഒരു ലോറി മറിഞ്ഞിട്ട് റോഡ് മൊത്തം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ആക്സിഡൻറ്റും ചിലപ്പം വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്. റോഡ് മൊത്തം ബ്ലോക്കായിട്ട് ഫുൾ ബ്ലോക്ക്. ഞങ്ങൾ അവിടെ എത്തി ഒരു 3 കിലോമീറ്റർ എങ്ങാനും ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾ വേഗം തിരിച്ച് ഒരു ഫ്ലൈ ഓവറിൻ്റെ മേലെ ഞങ്ങൾ ഉണ്ടായിരുന്നു. വേഗം തിരിച്ച് ഞങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ താഴെക്കൂടെ ഒരു ടൗണിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഒരു 10-15 കിലോമീറ്റർ ചുറ്റിയിട്ട് വീണ്ടും ഹൈവേക്ക് കയറാൻ വേണ്ടി പോകാൻ. ഈ പുറകിൽ കാണുന്ന മുന്നിൽ കാണുന്ന വണ്ടിയൊക്കെ ഹൈവേക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെ വൻ സീന്. ബാക്ക് ടു ഹൈവേയിലോട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. NH-16 തന്നെ കാണിക്കുന്നത്, പക്ഷേ ഇത്രയും നേരം വന്നാൽ NH-16 അല്ലേ, അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നില്ല. അതൊരു 1.5 റോഡ് വരുന്നില്ല. ഇതൊന്ന് സിറ്റിയുടെ ഉള്ളിൽ കയറിക്കൊണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ ഏതെങ്കിലും ഒരു കട കാണുമ്പോൾ എന്തെങ്കിലും കുടിച്ചിരിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വിശക്കണമൊന്നുമില്ല.
അപ്പോൾ കടയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൊൽക്കത്ത 1049 കിലോമീറ്റർ. ആയാലും നേരെ അങ്ങോട്ട് പോവാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ്. ഇന്നലെ രാത്രിയായിരുന്നു മഴ, ഇന്നിപ്പോൾ 2 മണിയായപ്പോഴത്തേനും മഴ തുടങ്ങി. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഹെവി റെയിനാണ്, കാറ്റും മഴയും. അതായത് ജീപ്പ് വരെ എടുത്തോണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് ഇവിടെ പോയത്. ഓ, പിന്നെ നമ്മളത് നല്ല സുഖം. ഹേ ജീപ്പ് 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 കുറേ കാലമൊക്കെ ശേഷം ഒരു ജീപ്പ് കണ്ടിട്ടോ. നമുക്ക് പിന്നെ സൈഡിൽ മറ്റേ ഡോറൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഗ്ലാസ് ഇട്ട ഡോറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് നനയും. ഇനിയിപ്പോൾ ആ സൈഡിൽ വെച്ച സാധനം ഇങ്ങനെ വിരിച്ചു വെച്ചാലും കാര്യമില്ല, എല്ലാ വെള്ളവും ഉള്ളിൽ കയറുക. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളിയാ, കൊൽക്കത്ത 996 കിലോമീറ്റർ, വിശാഖപട്ടണം 141 കിലോമീറ്റർ. 5 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാനും ഫായിസും 2020 ഡിസംബർ 16 തീയതിയാണ് ആ ഫോട്ടോ ഇവിടുന്ന് എടുക്കണേ. എവിടുന്ന് അറിയോ? ഐ കെയിം ബാക്ക് ഹിയർ ഗൈസ് ആഫ്റ്റർ 5 ഇയേഴ്സ്. ഇതേ റൂട്ടിൽ കൂടെ വീണ്ടും ഞാൻ ഈ ബോർഡ് ഇല്ലേന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. കിട്ടി ഫൈനലി. ഇറ്റ്സ് ഓസം ദ ഫീലിങ്സ്. 5 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഇതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി 130 കിലോമീറ്ററാണ് വിശാഖപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ളത്. പക്ഷേ നമ്മളെ ലൊക്കേഷനിലോട്ട് 157 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡീസൽ അടിച്ച് വിടുന്നത് 97. കേരളത്തിലെങ്ങാട്ടിയും വില കൂടുതലാണ് പിന്നെ ആന്ധ്രാപ്രദേശിൽ ഡീസലിനൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. പെട്രോളിന് ഞാൻ നോക്കിയില്ല, മറന്നുപോയി. അതുപോലെ തന്നെ ഇപ്പം മാങ്ങയ്ക്ക് വളരെ ചീപ്പ് റേറ്റാണ് ആന്ധ്രാപ്രദേശിൽ. എവിടെ നോക്കിയാലും മാങ്ങയാണ്, ഫുള്ള് മാങ്ങേൻ്റെ സീസണാണ് ഇവിടെ. കിലോ കണക്കിനാണ് തൂക്കി വിൽക്കുന്നത് ഇവിടെ. ഇപ്പോൾ ആന്ധ്രയിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പം നല്ല മാങ്ങ കിട്ടും. അതുപോലെ നമ്മളെ കേരളത്തിലോട്ടൊക്കെ മാങ്ങ വരുന്നത് ആന്ധ്രയിൽ നിന്നൊക്കെയാണ് കേട്ടോ. സോ സമയം വൈകിട്ട് 4 മണി കഴിഞ്ഞ് നമുക്ക് വിശക്കാൻ തുടങ്ങി. സ്ഥിരം പല്ലവി തന്നെ, ഹോട്ടലില്ല, ഒള്ളി ചായക്കട മാത്രം. ഹോട്ടലൊക്കെ എന്തായി പൂട്ടിപ്പോയോ? ഹോട്ടൽ അക്കീർ ദിസ് വൺ കാനാ പിന്നെ മിലേഗ കാനാ ഹേ ഓ റെസ്റ്റോറൻറ്റ്. देखो उधर मुन्निल से नहीं देख रहा है। तुम्हारा आग किधर गया? मेरा आग रास्ता ही में ही है। रास्ता में है क्योंकि मेरा विजन इतना अच्छा नहीं है ना, इसलिए मेरे को रेस्टोरेंट अच्छे से नहीं देख रहा है। ओके, मगर ये टी टाइम है तो टी टाइम रेस्टोरेंट है। खाना का नहीं है। खाना देखो चलो आस्क करो, खाना मिलेगा देखो. ഗൈസ്, ആന്ധ്രാപ്രദേശിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഗോൾഡൻ പ്ലേറ്റ് വിത്ത് ഗോൾഡൻ തരുവ. നോ ഗോൾഡൻ ആൻഡ് എഗ് ആൻഡ് ചിക്കൻ ബിരിയാണി. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. കുക്കീർ ചോറും. ലെറ്റ്സ് ട്രൈ. ആന്ധ്ര ബിരിയാണീൻ്റെ കൂടെ ഒരു തൈര് കിട്ടും. ഓക്കെ, സം കറി. I'm waiting for my order and this guy has already got his order. We are having chicken biryani. Yeah, try karo. First rice. Good. ये चपरी ये क्या है? What? राइस है. Rice, not biryani. റൈസ് സ്റ്റിൽ റൈസ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ഉണ്ടാവും, കല്യാണം കഴിച്ചല്ലേ ഹൗ ടു ഹാൻഡിൽ മൈ വൈഫ്. സി, നമ്മൾ ഫുഡ് കഴിക്കണേ ഒരാളതവിടെ നോക്കിയിരിക്കില്ല. ഭാര്യൻ്റെ ഒരു സ്നേഹം നോക്കേ. എവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയാലും അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന മൊത്തം പുള്ളിക്കാരിക്ക് കാണണം.
കഴിക്കട്ടെ. ആന്ധ്രാപ്രദേശിൽ ഫുഡ് വിളമ്പി തരുന്ന സ്റ്റൈല് ഒന്നും പറയാനില്ല. നമ്മളെ രാജാവിനെ മാതിരിയാണ് നോക്കുന്നത്. എന്താ വേണ്ടത്? ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്. ബിരിയാണി കുറച്ച് തിന്ന് അതിനനുസരിച്ച് ചോറിട്ട് സദ്യ ചോറിൻ്റെ കൂടെ കിട്ടുന്ന എല്ലാ സാധനം കൊണ്ട് തന്ന് എക്സ്ട്രാ എന്താണ് ഒരു കൊണ്ട് തന്ന് തൈര് അത് ഇത് എല്ലാം നമ്മളെന്തോ വലിയ എന്തോ സംഭവം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യണത്. ഇന്നലെ അങ്ങനെ തന്നെയാണ് ഇന്നും. അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പം ക്യാമറ ഓണാക്കി കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനും നല്ല കുന്നും പ്രദേശം, ഒരു രക്ഷയില്ല. ഓക്കെ, 2 വ്ളോഗേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കുക. അടിപൊളി ഗൈസ്. നമ്മൾ വിശാഖപട്ടണം എത്തിയിരിക്കുകയാണ്. വിശാഖപട്ടണം വേണ്ടവർ ശരിക്കും ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. നമ്മൾ വിശാഖപട്ടണം ടൗണിലോട്ട് പോകുന്നില്ല. നമ്മൾ വിശാഖപട്ടണം നിന്ന് മാറിയിട്ടാണ്, അത് നമ്മളെ ഹൈവേ ഇല്ലേ, കൊൽക്കത്ത ഹൈവേന്ന് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടൊരു ടൗൺ ഉണ്ട്. അവിടുന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ താമസം. ഇനിയും നമുക്ക് 77 കിലോമീറ്റർ പോകാണ്ട്. ഇതാണ് ഔട്ടർ റിംഗ് റോഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ടൗണിൽ ടച്ച് ചെയ്യാണ്ട് നമ്മൾ ഇങ്ങനെ ആ കൊൽക്കത്ത ഹൈവേ തന്നെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വിശാഖപട്ടണം 33 കിലോമീറ്റർ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല. അറിയാണ്ട് ഈ സൈഡ് കൂടെ എടുത്തൊരു പോലീസുകാരെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ജസ്റ്റ് മിസ്. അയാൾക്ക് നമ്മളെ കിട്ടിയില്ല. ട്രെയിന് പോണതൊക്കെ ഇങ്ങനെ കാണൂല. ഭയങ്കര രസം. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറ എന്താ പറയുക, നമ്മളെ കണ്ണാണ്. എങ്ങനെ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല, നമ്മളെ കണ്ണും കൊണ്ട് കാണുന്നത് വേറെ ഒരു ക്യാമറയിലും അത് ജസ്റ്റിഫൈഡ് ആയിട്ട് കിട്ടില്ല. സോ ഗൈസ്, ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വിജയഗ്രാമനം അങ്ങനെ എന്തോ ആണ്. ഞങ്ങൾ കുറേ നേരമായി വായിച്ചു നോക്കണ്. ഞങ്ങൾക്ക് 2 കിട്ടുന്നില്ല. ഒരു കനത്ത മഴ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് നോക്കി നിങ്ങൾ. ഹെവി റെയിൻ. ഇനി 12 കിലോമീറ്ററാണുള്ളത് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലോട്ട്. 20 മിനിറ്റ് എടുക്കും. ഇന്ന് തന്നെ എത്ര രൂപൻ്റെ ടോളാണ് കഴിച്ച് കൊടുത്ത്. ടോള് കൊടുത്ത് ബൈക്കിലൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ അറിയാൻ കൂടില്ല. എനിക്കൊന്നൊരു മിനിമം നമ്മളൊരു 5000-6000 രൂപൻ്റെ ടോള് മാത്രം കൊടുക്കണം. എന്നാലും നല്ല റോഡുണ്ട്, അതുകൊണ്ട് വിഷമമില്ല, കുഴപ്പമില്ല. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താൻ 450 മീറ്റർ കൂടെ ഉള്ളൂ. നേരെ അങ്ങോട്ട് പോയാൽ മതി. ജീവിതത്തിൽ നമ്മൾ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ നമ്മളിവിടെയൊക്കെ എത്തി. ആരും അറിയാത്തതും കാണാത്തതുമായ സ്ഥലങ്ങൾ. പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ. വർക്ക് ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പല രീതിയിലും പല മലയാളികളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം തിരക്കുള്ള ഒരു ടൗണാണ്. ഈ ടൗണിൻ്റെ പേരാണ് വായിക്കിട്ടാത്തത്, അത് ഞാൻ പറഞ്ഞുതരാം. വുഡ്ലാൻഡ് ഹോട്ടലൊക്കെ ഉണ്ട് മേലെ. ഓക്കെ, ലെറ്റ്സ് ഗോ. പുള്ളിക്കാരൻ പോണില്ല. അപ്പോൾ വാവ്, ഡെക്കറേഷനൊക്കെ അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, നമ്മളാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഫൈനലി നമ്മളെ പുള്ളിക്കാരൻ്റെ റൂമിൽ വന്നെങ്കിൽ പുള്ളി വീഡിയോയിൽ വരാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് വീഡിയോയിൽ വന്നിക്കില്ല. അപ്പം ഇതാ വിജയനഗര ആ സ്ഥലത്താണുള്ളത്. കുളിച്ച് ഫ്രഷായി സെറ്റപ്പായി ഫുൾ ടയേർഡ്. വണ്ടി ഓടിച്ചറിയാലോ ഫുള്ള് ടയേർഡാണെന്നുള്ളത്. അപ്പം വിജയവാഡ ടു വിശാഖപട്ടണം റോഡ് നൈസ് റോഡാണ്. ഇടയ്ക്ക് ഒരു ചെറിയ റോഡ് പണി എടുക്കണമല്ലാണ്ട് വേറെ സീനുകളൊന്നുമില്ല. അപ്പോൾ ഇനിയുള്ള നമ്മളെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പൂരി ഭുവനേശ്വർ, അവിടുന്ന് കൊൽക്കത്ത, സിലിഗുരി, ഇങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് തന്നെ ഭൂട്ടാൻ, പിന്നെ ആസാം,
പിന്നെ അക്കീറിൻ്റെ നാഗാലാൻഡ്. ഓക്കെ, വെയ്യ അയച്ചു. പിന്നെ എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ബൈ ബൈ, ടാറ്റ.